ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റൂത്ത് ഹർവിറ്റ്സിൻ്റെ ഒരു വേറെ ടൈപ്പ് പ്രോബ്ലമാണ്. ഡിറ്റർമിൻ ദ റേഞ്ച് ഓഫ് കെ ഫോർ സ്റ്റെബിലിറ്റി ഓഫ് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം whose open loop transfer function is g of s is equal to k by s into s plus 1 into s plus 2. നമ്മൾ സിസ്റ്റം സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ കെയുടെ വാല്യൂവിൻ്റെ റേഞ്ചാണ് അവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമുക്ക് ഓപ്പൺ ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ജി ഓഫ് എസ് ആണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് കെ ബൈ എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2. അപ്പോൾ അതിൽ നിന്നിട്ട് നമ്മളവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമ്മളവിടെ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിട്ടുള്ളത് ജി ഓഫ് എസ് ആയതുകൊണ്ട് തന്നെ നമ്മളവിടെ ക്ലോസ് ലൂപ്പ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കണം, സി ഓഫ് എസ് ബൈ ആർ ഓഫ് എസ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ജി ഓഫ് എസ് ബൈ 1 പ്ലസ് ജി ഓഫ് എസിൻ്റെ എച്ച് ഓഫ് എസ് ആണ്. അതിലൂടെ എച്ച് ഓഫ് എസ് എന്ന് പറയുന്നത് 1 ആയിരിക്കും, അതായത് യൂണിറ്റി ഫീഡ്ബാക്ക് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ജി ഓഫ് എസിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ അവിടെ k by s into s plus 1 into s plus 2 by 1 plus k by s into s plus 1 into s plus 2. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് ഇവിടെ എൽ സി എം എടുക്കാം. ഇവിടെ 1നെ നമ്മൾ ഈ ഒരു ഡിനോമിനേറ്റർ ടേം വെച്ചിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് അവിടെ എന്ത് വരും? k by s into s plus 1 into s plus 2 by s into s plus 1 into s plus 2 plus k by s into s plus 1 into s plus 2 എന്ന് വരും. അവിടെ നമുക്ക് ഈ ഡിനോമിനേറ്റർ ടേം അവിടെ ക്യാൻസൽ ചെയ്തിട്ട് പോകും. ബാക്കി വരുന്ന ടേം നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും? k by എസ് ഇൻറ്റു എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് കെ എന്നവിടെ വരും ഈ ഒരു ടേം. അപ്പോൾ നമ്മൾ ഇനി ഇതോടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ വരാം? എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്നാണ് അവിടെ വരുന്നത്. നമുക്കിവിടെ കെ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 പ്ലസ് കെ എന്ന് അവിടെ വരും. അപ്പോൾ ഇനി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് അവിടെ എഴുതണം. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ അവിടെ ഡിനോമിനേറ്ററിനെയാണ് അവിടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതാണ് വരുന്നത്. എസ് നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എസ് ക്യൂബ് പ്ലസ് 3s സ്ക്വയർ പ്ലസ് 2s പ്ലസ് കെ. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യേണ്ടത് നമ്മൾ അവിടെ റൂത്ത് അറേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ ഹയസ്റ്റ് പവർ വരുന്നത് എസ് ക്യൂബാണ്. നമുക്ക് അവിടെ ഈവൺ ടേംസും ഓഡ് ടേംസും അവിടെ സെപ്പറേറ്റ് ചെയ്യണം. ഇവിടെ ഹയസ്റ്റ് പവർ വരുന്നത് എസ് ക്യൂബാണ്. ഇപ്പോൾ എസ് ക്യൂബ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓഡ് പവേഴ്സിൻ്റെ കോഎഫിഷ്യൻറ്റ് നോക്കാം. ഇപ്പോൾ എസ് ക്യൂബിൻ്റെയും എസിൻ്റെയും ഇപ്പോൾ 1ഉം 2 ആണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ നമ്മളവിടെ 1 and 2 നമ്മളവിടെ എഴുതി. ഇനി എസ് സ്ക്വയറിൻ്റെ, അതായത് ഈവൺ പവേഴ്സിൻ്റെ നോക്കാം. അപ്പോൾ ഈവൺ പവേഴ്സ് എസ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 3യും ഇപ്പോൾ എസ് റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻറ്റ് കെ ആണ്. അവിടെ 3യും കെയും നമ്മളവിടെ എഴുതി. ഇനി എസ് റേസ് ടു 1 കണ്ടുപിടിക്കണം. അപ്പോൾ അത് എന്താ ചെയ്യേണ്ടത്? 3 into 2 മൈനസ് 1 into k എന്ന് പറയുമ്പോൾ ഇവിടെ 3 into 6 ആണ് വരിക. ആൻഡ് 1 into k എന്ന് പറയുന്നത് k എന്ന് വരും. അപ്പോൾ അങ്ങനെ 6 മൈനസ് k ഡിവൈഡഡ് ബൈ, നമ്മൾ ഈ ഒരു ടേം വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ബൈ 3 വരും. അപ്പോൾ ഇതാണ് എസ് റേസ് ടു 1ൻ്റെ കോഎഫിഷ്യൻറ്റ് വരിക, 6 മൈനസ് k ബൈ 3. ഇനി നമുക്ക് അവിടെ എസ് റേസ് ടു 0ൻ്റെ കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ 6 മൈനസ് k ബൈ 3 ഇൻറ്റു k, അപ്പോൾ അതാണ് അവിടെ എഴുതിയിട്ടുള്ളത്, k ഇൻറ്റു 6 മൈനസ് k ബൈ 3 മൈനസ് 0 എന്ന് പറയുമ്പോൾ എങ്ങനെ വരുന്നത്? 3 ഇൻറ്റു ഇവിടെ എലമെൻറ്റ്സ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ഇവിടെ 0 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 3 ഇൻറ്റു 0 0 ആണ് വരുന്നത്. ഡിവൈഡഡ് ബൈ, നമ്മൾ ഈ ഫസ്റ്റ് കോളത്തിലെ ഇനി ഈ ഒരു എലമെൻറ്റ് വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ആദ്യം ചെയ്തത് 3 വെച്ചിട്ടായിരുന്നു, ഇനി ചെയ്യേണ്ടത് 6 മൈനസ് k ബൈ 3 വെച്ചിട്ടാണ് നമ്മളവിടെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 6 മൈനസ് k ബൈ 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഈ 6 മൈനസ് k ബൈ 3 അവിടെ വെട്ടിപ്പോകും. അപ്പോൾ ബാക്കി അവിടെ വരുന്നത് k ആണ്. അപ്പോൾ അതാണ് എസ് റേസ് ടു 0ൻ്റെ അവിടെ എഴുതേണ്ടത്. എന്താണ്? നമുക്കവിടെ k എന്ന് നമുക്കവിടെ കിട്ടി. ഇനി നമ്മളവിടെ ഫസ്റ്റ് കോളം നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോളം നോക്കാന്ന് പറയുമ്പോൾ അവിടെ സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ ഇതെല്ലാതും പോസിറ്റീവ് ആയിരിക്കണം. പോസിറ്റീവ് ആണെങ്കിൽ അതായത് ഫസ്റ്റ് കോളം നോക്കാം, ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റും പോസിറ്റീവ് ആണെങ്കിലാണ് നമുക്ക് അവിടെ സിസ്റ്റം എന്ന് പറയുന്നത് സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി അത് എങ്ങനെയാണ് അതിൻ്റെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവിടെ സിസ്റ്റം സ്റ്റേബിൾ ആവണമെങ്കിൽ ഈ ഒരു കോളം, ഫസ്റ്റ് കോളത്തിലെ എല്ലാ എലമെൻറ്റും ഗ്രേറ്റർ ദാൻ 0 വരണം, അതായത് പോസിറ്റീവ് വരണം. നമുക്കിത് ഈ ഇക്വേഷൻ, അതായത് 6 മൈനസ് k ബൈ 3 അതുപോലെ k, അത് രണ്ടും നമുക്ക് ഗ്രേറ്റർ ദാൻ 0 എന്നവിടെ ഇക്വേറ്റ് ചെയ്യാം. ഇവിടെ k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0, അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടി. ആൻഡ് 6 മൈനസ് k ബൈ 3 എന്ന് പറയുന്നത് അവിടെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 മൈനസ് k ബൈ 3 ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതാം. അപ്പോൾ നമ്മളിതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അവിടെ 6 മൈനസ് k ഗ്രേറ്റർ ദാൻ 0, k ഷുഡ് ബി ലെസ് ദാൻ 6. നമുക്ക് ഈ ഒരു ഇക്വേഷൻ നമ്മളവിടെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതായത് k എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം, അതുപോലെ ലെസ് ദാൻ 6ഉം ആയിരിക്കണം. അതായത് 0ൻ്റെയും 6ൻ്റെയും ഇടയിലായിരിക്കും.
അതാണ് റേഞ്ച് ഓഫ് കെ എന്ന് പറയുന്നത്. സോ റേഞ്ച് ഓഫ് കെ എന്ന് പറയുന്നത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട് എന്താണ് 0 ലെസ് ദാൻ കെ ലെസ് ദാൻ 6. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ ഒരു സ്റ്റേബിൾ സിസ്റ്റത്തിൻ്റെ റേഞ്ച് ഓഫ് വാല്യൂ ഓഫ് കെ നമ്മളവിടെ കണ്ടുപിടിക്കുക. അതായത് സിസ്റ്റം നമ്മൾ സ്റ്റേബിൾ ആക്കാനായിട്ട് നമ്മൾ എത്ര കെയുടെ വാല്യൂ കൊടുക്കണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത്?